ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓലനാണ് കേട്ടോ. എൻ്റെ അടുത്ത് വൻപയർ തീർന്നു പോയിരുന്നു, അപ്പൊ വൻപയർ ഇല്ലാത്തൊരു ഓലനാണ് വെച്ചത്. ചട്ടിയിലേക്ക് കുമ്പളങ്ങ കഴുകിയിട്ട് അച്ചിങ്ങാപ്പയർ ഒരു 4 അച്ചിങ്ങാപ്പയറിട്ട് ഒരു 3 പച്ചമുളക് മുറിച്ചിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടുപ്പിൽ വേവിക്കാൻ വെക്കണം കേട്ടോ. വൻപയർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിന്ന് ഇങ്ങനെ വെച്ചത്. വൻപയർ ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഓലൻ തയ്യാറാക്കി നോക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ വൻപയർ തീർന്നിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ നല്ല ടേസ്റ്റിലൊരു ഓലൻ വെക്കാം. നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഓലന്. ഇവിടെ തേങ്ങ ചരണ്ടി ഞാൻ എടുത്തത് 1.5 മുറി തേങ്ങയാണ് തേങ്ങാപ്പാലിനെടുത്തത്. 1.5 മുറി തേങ്ങ ഞാൻ പൂണ്ടെടുത്തിരിക്കുന്നു കേട്ടോ. ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്ത് വെള്ളം കൂട്ടിതാക്കിയതിന് ശേഷം പാലെടുത്തിട്ട് അതിനുശേഷം കുമ്പളങ്ങയിലേക്ക് ഉപ്പ് ഇട്ടു. ഇവിടെ പാല് നല്ലോണം അടിച്ച് പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് പാല് പിഴിഞ്ഞെടുക്കണം വെച്ച് കഴിഞ്ഞാല് കുമ്പളങ്ങ വെള്ളം അധികം കുറച്ചൊരു ശകലം വെള്ളം നിന്നോട്ടെ, അധികം വറ്റണമെന്നില്ല. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഓലന്റെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പാല് ഒഴിച്ചു തീ ഓഫ് ചെയ്യണേ. തീ ഓഫ് ചെയ്തതിന് ശേഷം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതേപോലെ തന്നെ കരിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് രസമായിരുന്നു ചോറ് കഴിക്കുക. ആ വൻപയറിന്റെ കുറവൊന്നും തോന്നിയില്ല, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും. ഈ ഓലൻ വെച്ച് നോക്കണേ. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഗുഡ് ബൈ.